മണ്ണിനെ ആദരിക്കുന്ന കാർഷിക സംസ്കാരം മനുഷ്യജീവിതത്തിന് ആരോഗ്യവും ഹർഷവും സാധ്യമാക്കുമെന്ന് പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അഗതിയൂർ കലശമല ആര്യലോക് ആശ്രമത്തിൽ ആര്യനാമികയുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച ജൈവകൃഷിയും ജീവഹർഷവും എന്ന കാർഷിക പ്രബോധന കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തപസ്സിലൂടെ നേടിയ അറിവുകൾ സമൂഹത്തിന് സമർപ്പിക്കുന്ന ആര്യമഹർഷിയുടെ കാർഷിക ദർശനം കാലത്തിന്റെ വെല്ലുവിളികൾക്ക് മുന്നിൽ പ്രസക്തമാണെന്നും മണ്ണിന്റെ സ്വാഭാവിക ഘടന തകർന്നതോടെ രാസവളങ്ങളെ ആശ്രയിക്കുകയാണെന്നും അത് ജനജീവിതത്തിനും പരിസ്ഥിതിക്കും ദോഷകരമാണെന്നും അതിന് പരിഹാരമായി ജൈവകൃഷിയിലൂടെ തിരിച്ചുവരവാണ് ആര്യജീവാനിയ ലക്ഷ്യമിടുന്നതെന്നും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവർ ഇത്തരം ചിന്തകൾ ഏറ്റെടുക്കണമെന്നും തങ്ങൾ അഭിപ്രായപ്പെട്ടു. സെമിനാറിന് ശേഷം കാലാപ്പത്തി, രക്തശാലി തുടങ്ങിയ ജൈവ നെൽകൃഷി ഇനങ്ങൾ കാണുന്നതിനായി പങ്കെടുത്തവർ കാഞ്ഞിരപ്പാടം വയലിലെത്തി. നാടൻ പശുക്കളുടെ ഗോമയം, ഗോമൂത്രം, ഇളനീരുകൾ, മത്സ്യകഷായം എന്നിവ അധിഷ്ഠിതമായ ആര്യജീവാനീയ മാർഗങ്ങൾ മണ്ണിനെ പുനർജീവിപ്പിക്കുന്നതാണെന്ന് ആര്യമഹർഷി വിശദീകരിച്ചു. കൃഷി, പ്രകൃതി, മനുഷ്യബന്ധങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുന്ന ആശയങ്ങൾക്ക് ലഭിച്ച ഈ അംഗീകാരം ഗ്രാമത്തിനാകമാനമുള്ള ബഹുമതിയാണെന്ന് ആര്യമഹർഷി പറഞ്ഞു. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത പരിപാടി കാർഷിക ചിന്തകളുടെയും മാനവിക മൂല്യങ്ങളുടെയും സംഗമമായി. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ തുഷാര, സ്വാമി ദിവ്യാനന്ദ, പ്രഭാകരൻ പുഴങ്കര, മോഹനൻ പള്ളിക്കര, പ്രകാശൻ, വർഗീസ് എന്നിവർ സംസാരിച്ചു.